ചക്രവാണി ക്ലാസ്സസ് 2.0 ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കറണ്ട് അഫയേഴ്സിൻ്റെ സീരീസ് നോക്കിക്കൊണ്ട് വരികയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫെബ്രുവരി മാസം നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ, നമുക്കത് പരിഗണിക്കാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം, ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഏതാണ്, അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്നാണ് ചോദ്യം. ശരി ഉത്തരം എന്ന് പറയുന്നത് ചെറുതനയാണ്, ആലപ്പുഴ ജില്ല. ചെറുതന, ആലപ്പുഴ ജില്ല. ഇനി ആ ചെറുതന ഏത് ബ്ലോക്കിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഹരിപ്പാട് ബ്ലോക്കിലാണ്. ചെറുതന ഗ്രാമപഞ്ചായത്ത് ഹരിപ്പാട് ബ്ലോക്കിലാണ് വരിക. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2023 ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിൽ ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത്, അതാണ് ചെറുതന, ആലപ്പുഴ. ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യത 2023 അല്ല, 2024 അപ്പോൾ 2024 പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ 2 പുരസ്കാരങ്ങൾ കേരളത്തിന് നമ്മൾ എടുത്തു പഠിക്കേണ്ടതുണ്ട്. ഒന്നാമത്താണ് ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാർ. നമുക്കൊന്ന് എഴുതി നോക്കാം. ദീൻ ദയാൽ दीन दयाल उपाध्याय पंचायत सतत विकास पुरस्कार. ഇത് ഹിന്ദിയിലുള്ള പേരാണ്, അതാണ് ഈ ഒരു നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും ഒരു പ്രശ്നം. ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാർ. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സുസ്ഥിര വികസനത്തിന് വേണ്ടി അടിസ്ഥാനമാക്കി കൊടുക്കുന്ന ഒരു അവാർഡാണ് ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാർ. ഇത് നേടിയത് ഏത് ബ്ലോക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരുമ്പടപ്പാണ്. പെരുമ്പടപ്പ് ഏത് പഞ്ചായത്താണെന്ന് ചോദിച്ചാൽ പെരുമ്പടപ്പ് പഞ്ചായത്താണ്. പെരുമ്പടപ്പ് മലപ്പുറം ജില്ലയിലാണ് പെരുമ്പടപ്പ്. പെരുമ്പടപ്പിന് 2ാം സ്ഥാനമാണ് കിട്ടിയത്, 2ാം സ്ഥാനം. അപ്പോൾ ഇനി വരുന്ന ചോദ്യം എന്ന് പറയുന്നത്, ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാറിൽ 2ാം സ്ഥാനം നേടിയ കേരളത്തിലെ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ പെരുമ്പടപ്പാണ്. പെരുമ്പടപ്പ് എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലാണ് പെരുമ്പടപ്പ്. മലപ്പുറം ജില്ലയിലാണ് പെരുമ്പടപ്പ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇനി നമ്മൾ നോക്കാനുള്ളത് പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാർ. പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാർ. പുരസ്കാർ കിട്ടിയത് ആർക്കാണെന്നാണ്? ഇത് കിട്ടിയത് ഒരു സ്ഥാപനത്തിനാണ്, കില. നമുക്കറിയാം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കിലയ്ക്ക് കിട്ടിയതാണ് പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാർ. ഈ പുരസ്കാരത്തിൻ്റെ പേര് കണ്ടിട്ടൊന്നും പേടിക്കണ്ട. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പരിശീലിപ്പിക്കുന്ന ഏജൻസികളുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒരു ഏജൻസിയാണ് കില. അപ്പോൾ ഈ കിലയ്ക്കാണ് ഒരു സ്ഥാനം കേന്ദ്ര തലത്തിൽ കിട്ടിയത്, ദേശീയ തലത്തിൽ കിട്ടിയത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു പ്രസക്തി ഉള്ളതെന്ന് മനസ്സിലാക്കുക. പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാർ കിട്ടിയത് കില. അപ്പോൾ ഇത്തവണ ദേശീയ തലത്തിൽ 2 പേർക്കാണ് കേരളത്തിൽ നിന്ന് പ്രധാനമായിട്ടും കിട്ടിയത്. ഒന്ന് പെരുമ്പടപ്പ് പഞ്ചായത്തിനും അതുപോലെ കില കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനുമാണ് ദേശീയ തലത്തിൽ പഞ്ചായത്ത് പുരസ്കാരം കിട്ടിയത്. ഇനി നമുക്ക് കിലയെ കുറിച്ചൊന്ന് പരിശോധിച്ചാലോ. കിലയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്
കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കില. 1990 സ്ഥാപിതമായത്. 1990 കില സ്ഥാപിതമായതെന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. എന്താണ് ഇവരുടെ ജോലി? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് മറ്റും വേണ്ട പരിശീലനങ്ങൾ നൽകുക, പോളിസി ഫ്രെയിംവർക്ക് ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കിലയാണെന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം വന്നത്. കേരളത്തിൽ പഞ്ചായത്ത് മിനിസ്റ്റർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ MB രാജേഷാണ്. ശ്രീ MB രാജേഷാണ് കേരളത്തിൽ പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ കില കൈകാര്യം ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹമാണ്. കൂടാതെ എക്സൈസ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ്. പാർലമെന്ററി കാര്യം കൈകാര്യം ചെയ്യുന്നതും MB രാജേഷാണെന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ കേന്ദ്രതലത്തിൽ ആരാണ് പഞ്ചായത്ത് കൈകാര്യം ചെയ്യുന്നത്? കേന്ദ്രതലത്തിൽ പഞ്ചായത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് രാജീവ് രഞ്ജൻ സിംഗ് ആണ്. രാജീവ് രഞ്ജൻ സിംഗ്, അദ്ദേഹത്തിനെ അല്ലെങ്കിൽ ലാലൻ സിംഗ് എന്നും പറയാറുണ്ട്. രാജീവ് രഞ്ജൻ സിംഗ് ഏലിയാസ് ലാലൻ സിംഗ് എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് പഞ്ചായത്ത് കൈകാര്യം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമ്മൾ വരുമ്പോഴത്തേക്കും എന്നാണ് ദേശീയ പഞ്ചായത്ത് ദിനം? നമുക്കറിയാം ദേശീയ പഞ്ചായത്ത് ദിനം ഏപ്രിൽ 24. ദേശീയ പഞ്ചായത്ത് ദിനം ഏപ്രിൽ 24. അതേസമയം സംസ്ഥാന പഞ്ചായത്ത് ദിനമാണെങ്കിൽ അത് ഫെബ്രുവരി 19. സംസ്ഥാന പഞ്ചായത്ത് ദിനം ഫെബ്രുവരി 19. ദേശീയ പഞ്ചായത്ത് ദിനം എന്താണെന്ന് ചോദിച്ചാൽ അത് ഏപ്രിൽ 24. എന്തുകൊണ്ടാണ് ഏപ്രിൽ 24 വരാൻ കാരണം? നമുക്കറിയാം 73ാം ഭരണഘടനാ ഭേദഗതിയും 74ാം ഭരണഘടനാ ഭേദഗതി. ഇതിൽ 73ാം ഭരണഘടനാ ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി നൽകിയതാണ് 73ാം ഭരണഘടനാ ഭേദഗതി 1992. അപ്പോൾ ആ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. അതുകൊണ്ടാണ് എന്ത് നമ്മൾ പറയുന്നത്? പഞ്ചായത്തുകൾക്ക് പഞ്ചായത്ത് ദിനമായിട്ട് ഏപ്രിൽ 24 പറയുന്നത്. പഞ്ചായത്ത് ദിനമായിട്ട് ഏപ്രിൽ 24 പറയുന്നത് 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികൾ നമുക്കറിയാം. അതിൽ 73ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് ഏപ്രിൽ 24 1993. ഇനി ഭേദഗതി അവതരിപ്പിച്ചതാണ് 1992 കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി 74ാം ഭരണഘടനാ ഭേദഗതിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അത് നഗരപാലികയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നഗരപ്രദേശങ്ങൾ നമുക്കറിയാം, മുനിസിപ്പാലിറ്റി ഉണ്ട്, കോർപ്പറേഷൻ ഉണ്ട്. ഇവർക്ക് ഭരണഘടനാ പദവി നൽകിയതാണ് 74ാം ഭരണഘടനാ ഭേദഗതി. അതേസമയം 73ാം ഭരണഘടനാ ഭേദഗതിയാണ് പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി നൽകിയത്. അത് പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലും എന്ത് വേണം? പഞ്ചായത്ത് വേണം. അപ്പോൾ ഈ 73ാം ഭരണഘടനാ ഭേദഗതിയൊക്കെ നിലവിൽ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ഉണ്ടായിരുന്ന പ്രശ്നം? പല സംസ്ഥാനങ്ങളിലും പല രീതിയിലായിരുന്നു. ചിലയിടത്ത് പഞ്ചായത്തുണ്ട്, ചിലയിടത്ത് 3 ടയർ പഞ്ചായത്തുണ്ട്, ചിലയിടത്ത് 2 ടയറേ ഉള്ളൂ, ചിലയിടത്ത് 4 ടയർ പഞ്ചായത്തുണ്ട്. ഈ ടയർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഗ്രാമപഞ്ചായത്തുണ്ട്, അതിന് മുകളിൽ ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, അതിന് മുകളിൽ ജില്ലാ പഞ്ചായത്തുണ്ട്. ഇതിനെയാണ് ടയർ ഓഫ് പഞ്ചായത്ത് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് പല സംസ്ഥാനങ്ങളിലും പല രീതിയിലായിരുന്നു. 1956 1947 മുതലേ നമുക്ക് പറയാം, സ്വാതന്ത്ര്യത്തിന് ശേഷം പല രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വന്നു, അവർ പല ശുപാർശകൾ വെച്ചു. അതിനുശേഷം അശോക് മേത്ത കമ്മിറ്റി വന്നു. ഇങ്ങനെ കമ്മിറ്റികൾ മുന്നോട്ട് വന്നു. അതിനുശേഷമാണ് PK തുങ്കൻ കമ്മിറ്റി. ഈ തുങ്കൻ കമ്മിറ്റി വന്നപ്പോഴാണ് എന്ത് പറഞ്ഞത്? ഭരണഘടനാ പദവി നൽകാൻ ശുപാർശ ചെയ്തത് തുങ്കൻ കമ്മിറ്റിയാണ്. അതിനുശേഷമാണ് 73ാം ഭരണഘടനാ ഭേദഗതിയും 74ാം ഭരണഘടനാ ഭേദഗതിയും പാസ്സാക്കുന്നത്. അതിൽ ഈ 73ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തുകൾക്ക് 73ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തുകൾക്ക് എന്ത് നൽകി? ഭരണഘടനാ പദവി നൽകി. അപ്പോൾ നമ്മൾ കണ്ടു 73ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നതെന്നാണ് 1993 ഏപ്രിൽ 24. അതുകൊണ്ടാണ് ഏപ്രിൽ 24 എന്തായത്? ദേശീയ പഞ്ചായത്ത് ദിനമായതെന്ന് നമ്മൾ കണ്ടു. ഇനി അതേസമയം കേരളത്തിൽ ഞാൻ പറഞ്ഞു ഫെബ്രുവരി 19 പഞ്ചായത്ത് ദിനം. എന്തുകൊണ്ടാണ് ഫെബ്രുവരി 19? ബൽവന്ത് റായ് മേത്തയുടെ ജന്മദിനമാണ് ഫെബ്രുവരി 19. അത് നമ്മൾ കണ്ടതാണ്. പഞ്ചായത്തുകൾക്ക് വേണ്ടി ആദ്യമായിട്ടൊക്കെ ശുപാർശ ചെയ്ത ഒരു വ്യക്തിയാണ് ബൽവന്ത് റായ് മേത്ത. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് ഫെബ്രുവരി 19 സംസ്ഥാന പഞ്ചായത്ത് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് നിയമം, അതായത് 73ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നതുകൊണ്ടാണ് ആ ദിവസം 1993 ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നതെന്ന് വ്യക്തമാണെന്ന് തോന്നുന്നു. ഇനി അടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് 73ാം ഭരണഘടനാ ഭേദഗതി. ഈ 73ാം ഭരണഘടനാ ഭേദഗതിക്കൊരു മുൻഗാമിയുണ്ട്. അതാണ്
64-ാം ഭരണഘടനാ ഭേദഗതി ബില്ല് 64-ാം ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുകയുണ്ടായി 1989 കാലഘട്ടത്തിൽ. എന്നാൽ അത് പാസ്സായില്ല. അത് പാസ്സാകാത്തത് കൊണ്ട് ആ ബില്ല് ക്യാൻസലായി. അതുപോലെ അതിന് ശേഷമാണ് പിന്നെ 73-ാം ഭരണഘടനാ ഭേദഗതിയായിട്ട് എന്ത് അവതരിപ്പിച്ചു വന്നത്? പഞ്ചായത്ത് ഇത്. അപ്പോൾ നമുക്കറിയാം 64-ാം ഭരണഘടനാ ഭേദഗതി ബില്ലിനെയാണ് 73-ാം ഭരണഘടനാ ഭേദഗതിയുടെ മുൻഗാമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 64-ാം ഭരണഘടനാ ഭേദഗതി ബില്ല് രാജീവ് ഗാന്ധിയുടെ കാലത്ത് അവതരിപ്പിച്ചു. എന്നാൽ ഇത് രാജ്യസഭയിൽ പാസ്സായില്ല. അങ്ങനെ അന്ന് പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി നൽകാൻ ശ്രമിച്ചെങ്കിലും അത് നടക്കാതെ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 1991 നരസിംഹറാവുവിൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നു. ആ സമയത്താണ് വീണ്ടും ഒരു ഭരണഘടനാ ബില്ല് അവതരിപ്പിച്ച് 73-ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയെടുത്തത്. അങ്ങനെ അത് പാസ്സായതിനു ശേഷം എന്നാണ് 73-ാം ഭരണഘടനാ ഭേദഗതി. ഇതുവരെ പ്രകാരം പഞ്ചായത്തുകൾക്ക് എന്ത് കിട്ടി? ഭരണഘടനാ പദവി കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ 74-ാം ഭരണഘടനാ ഭേദഗതി നമുക്കറിയാം നഗരപാലികയാണ്. ഈ നഗരപാലികയ്ക്ക് വേണ്ടി ഇതിന് മുൻഗാമിയായിട്ട് രാജീവ് ഗാന്ധിയുടെ സമയത്ത് എന്ത് അവതരിപ്പിച്ചു? ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചു. അതിൻ്റെ നമ്പറാണ് 65-ാം ഭരണഘടനാ ഭേദഗതി ബിൽ. 65-ാം ഭരണഘടനാ ഭേദഗതി ബിൽ. എന്നാൽ ഈ ബില്ലും 1989 രാജ്യസഭയിൽ പരാജയപ്പെട്ടു. അങ്ങനെ ആ ബില്ല് ക്യാൻസലായി. പിന്നീട് വീണ്ടും ആരധികാരത്തിൽ വന്നു? നമ്മുടെ നരസിംഹറാവു അധികാരത്തിൽ വന്നു. നരസിംഹറാവു അധികാരത്തിൽ വന്ന സമയത്താണ് പിന്നെ 74-ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയത്. അങ്ങനെയാണ് 74-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നഗരങ്ങളിൽ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും രൂപീകരിക്കാൻ വേണ്ടി ഭരണഘടനാ പദവി ലഭിച്ചതെന്നും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ വസ്തുത പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആ ഏപ്രിൽ 24-ന്റെ സിഗ്നിഫിക്കൻസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഏകദേശം കാര്യങ്ങൾ ഓക്കെയാണ്. ഇനി അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പഞ്ചായത്തുകളെ കുറിച്ച് പറയുന്ന പാട്ടാണ് പാർട്ട് 9. പഞ്ചായത്തുകളെ കുറിച്ച് പറയുന്ന പാർട്ട് 9. അതേസമയം നഗരപാലികയെ പറ്റി പറയുന്ന പാട്ടാണ് പാർട്ട് 9A. പാർട്ട് 9A ആണ് നഗരപാലികയെ പറ്റി പറയുന്നതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. പാർട്ട് 9 എന്ന് പറയുന്ന പഞ്ചായത്താണ്. അതേസമയം പാർട്ട് 9A നഗരപാലിക മുനിസിപ്പാലിറ്റി ആണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഉള്ളത് 2 ഷെഡ്യൂൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2 ഷെഡ്യൂൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഷെഡ്യൂൾ 11. ഷെഡ്യൂൾ 11ലാണ് പഞ്ചായത്തുകൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട 29 വിഷയങ്ങളെ കുറിച്ച് പറയുന്നത്. ഷെഡ്യൂൾ 11ലാണ് പഞ്ചായത്തുകൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട 29 വിഷയങ്ങളെ കുറിച്ച് പറയുന്നത്. ഇനി ഷെഡ്യൂൾ 12ലാണ് 18 വിഷയങ്ങൾ, നഗരങ്ങൾക്ക് കൈമാറിയ 18 വിഷയങ്ങളെ കുറിച്ച് പറയുന്നതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുക. ഇതിൽ പാർട്ട് 9 പഞ്ചായത്ത്, പാർട്ട് 9A നഗരപാലിക. അടുത്ത രണ്ടാമത്തെ ചോദ്യം, 2023 വൈദ്യശാസ്ത്ര നോബലിന് അർഹരായ ശാസ്ത്രജ്ഞൻ ആരാണ്? നമുക്കറിയാം 2 പേർക്കാണ് വൈദ്യശാസ്ത്രം 2023 പ്രൈസ് കിട്ടിയത്. ഡ്രൂ വീസ്മാനും കാറ്റലിൻ കാരിക്കോയ്ക്കുമാണ് 2023 വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചത്. ഇതെന്തിനാണ്? mRNA, കോവിഡിന് വേണ്ടിയിട്ടുള്ള mRNA വാക്സിൻ കണ്ടെത്തലിന് വേണ്ടിയിട്ടുള്ളതിനാണ് അവർക്ക് അന്ന് 2023 വൈദ്യശാസ്ത്ര നൊബേൽ കിട്ടിയതെന്നും നമ്മൾ മനസ്സിലാക്കി. അതേപോലെ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യമാണ് 2024 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് വിക്ടർ ആംബ്രോസും ഗ്യാരി റവ്കനുമാണ്. 2024 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായതെന്ന് നമ്മൾ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വിക്ടർ ആംബ്രോസും ഗ്യാരി റവ്കനും. നമ്മൾ പറഞ്ഞു 2023 എന്തുമായി ബന്ധപ്പെട്ട് കിട്ടിയതാണ്? mRNA ബന്ധപ്പെട്ടതാണ് കിട്ടിയത്. മെസ്സഞ്ചർ RNA, അതാണ് mRNA കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മെസ്സഞ്ചർ RNA. അതേസമയം 2024 വരുമ്പോൾ അത് കിട്ടിയത് മൈക്രോ RNAയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കാണ്. ആ 2 പേരും നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക. 2023 mRNA, മെസ്സഞ്ചർ RNA, അതായത് ഈ RNAയുടെ മെസ്സേജുകൾ കൈമാറാൻ വേണ്ടിയിട്ടുള്ള മെസ്സഞ്ചർ RNA. അതേസമയം ഇത്തവണ കിട്ടിയത് മൈക്രോ RNA ആണ്. 2024 മൈക്രോ RNA, അത് ഈ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ മാപ്പിങ്ങുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ കിട്ടിയത് മൈക്രോ RNA ആണെന്ന് ബേസിക് ലെവലിലൊന്ന് മനസ്സിലാക്കിയാൽ മതി. 2024 2 പേര് വിക്ടർ ആംബ്രോസും ഗ്യാരി റവ്കനും. ഇവർ 2 പേരും അമേരിക്കക്കാരാണെന്നും
ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഈ പേരുകൾ മനസ്സിലിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ ആണല്ലോ. അടുത്ത് ഇന്നത്തെ മൂന്നാമത്തെ ചോദ്യം, അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ ഏതാണ്? അപ്പോൾ ഇപ്പം ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തോന്നും HMPV ആയിരിക്കും. ഇത് 2024 വന്ന ചോദ്യമായിരുന്നു. 2024 സംബന്ധിച്ച് ഇതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് H9N2 ആണ്. H9N2. ഈ ചോദ്യം, ഈ പരീക്ഷ നടന്നപ്പോൾ ഉള്ളതിൻ്റെ ഉത്തരം H9N2 ആയിരുന്നു. ചൈനയിൽ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ H9N2. അതേസമയം ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈനയിൽ വീണ്ടും ഒരു രോഗം റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ പേരാണ് HMPV. ഇനി ചോദിക്കാൻ ഇതിനാണ് കൂടുതൽ സാധ്യത. HMPV. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ്. ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ്. ഹ്യൂമൻ മെറ്റാ META ന്യൂമോ NEUMO ന്യൂമോ വൈറസ്. ഇതെന്ന് പറയുന്നത് ഈ വൈറസ് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അത്ര അപകടകരമായ ഒരു രോഗം അല്ലെന്നാണ് പറയുന്നത് ഈ വൈറസ്. പക്ഷേ ഇത് ന്യൂമോണിയ ആവാതെ സൂക്ഷിക്കണം. ഇത് ന്യൂമോണിയ ആയി മാറിയാൽ ഇത് തീവ്രമായിട്ടുള്ള അപകടകാരിയായിട്ട് മാറും. ഇപ്പോൾ 2001 തന്നെ റിപ്പോർട്ട് ചെയ്ത രോഗമാണ് ഏത്? HMPV. നമ്മൾ 2001 തന്നെ ഇത് കണ്ടിട്ടുണ്ട്. നെതർലാൻഡിൽ, അതായത് ഡച്ച് നെതർലാൻഡിലാണ് ഇത് കണ്ടിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി. 2001 HMPV ആദ്യമായിട്ട് കണ്ടെത്തിയത് നെതർലാൻഡിലെ ശാസ്ത്രജ്ഞന്മാരാണ്. അതിനുശേഷം ഇപ്പോൾ പടർന്നു പിടിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചൈനയിലാണ്. അത് കൂടാതെ ഇന്ത്യയിലും ഈ കേസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഈ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ HMPV ആണ് നമ്മൾ പറഞ്ഞു വന്നത്. HMPV ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് ഈ ഇടയ്ക്ക് വീണ്ടും ചൈനയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു വൈറസ് ആണെന്ന് നമ്മൾ കണ്ടു. നമുക്കറിയാം കൊറോണ, മാരകമായിരുന്ന കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ചൈനയിലാണ്. ചൈനയിലെ വുഹാനിലാണ് കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എപ്പോഴാണ്? 2019 അവസാനത്തോടെയാണ് ചൈനയിൽ റിപ്പോർട്ട് ചെയ്തത്. 2020 ഇന്ത്യയിൽ ബാധിച്ചതും അതുമായി ബന്ധപ്പെട്ട് ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ കൊറോണ വൈറസ് ഇപ്പോൾ HMPV, ഇപ്പോൾ ഈ HMPV വീണ്ടും വന്നത് ചൈനയിലാണ്. അതേസമയം ഞാൻ പറഞ്ഞു ചൈനയിലല്ല ഇത് ആദ്യമായിട്ട് വരുന്നത്. നെതർലാൻഡിലെ ശാസ്ത്രജ്ഞന്മാരാണ് 2001 ഈ വൈറസ് കണ്ടെത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. 2001 നെതർലാൻഡാണ്, ഡച്ചുകാരെന്ന് പറയുന്നത് നമുക്കറിയാം. ആംസ്റ്റർഡാമാണ് തലസ്ഥാനവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനിയുള്ളത് H5N2. ഈ H5N2നും ഇപ്പോൾ ഇടയ്ക്ക് ഒരു സമകാലിക പ്രസക്തിയുണ്ട്. എൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ H5N2 ആദ്യമായിട്ട് മനുഷ്യനിൽ റിപ്പോർട്ട് ചെയ്തു. H5N2 ആദ്യമായിട്ട് മനുഷ്യനിൽ റിപ്പോർട്ട് ചെയ്തു. എവിടെയാണെന്ന് ചോദിച്ചാൽ മെക്സിക്കോയിലാണ് റിപ്പോർട്ട് ചെയ്തത്. നമുക്കറിയാം മെക്സിക്കോ എന്ന് പറയുന്നൊരു വടക്കൻ അമേരിക്കൻ സംസ്ഥാനമാണ്, നോർത്ത് അമേരിക്കൻ സംസ്ഥാനമാണ് മെക്സിക്കൻ സിറ്റി തന്നെയാണ് എൻ്റെ തലസ്ഥാനവും നമ്മൾ കണ്ടിട്ടുണ്ട്. നോർത്ത് അമേരിക്കയിൽ വരുന്ന പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളാണ് നമുക്കറിയാം: കാനഡ, അമേരിക്ക, മെക്സിക്കോ. അതിൽ വരുന്ന ഒരു രാജ്യം മെക്സിക്കോ. ഈ മെക്സിക്കോയിലാണ് H5N2 മനുഷ്യനിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. H5N2 മനുഷ്യനിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് മെക്സിക്കോയിലാണ്. അതേസമയം ഇനി H5N1 ഉണ്ട്. പണ്ടേ നമ്മൾ കേൾക്കുന്നതാണ് H5N1. ഇതൊരു പക്ഷിപ്പനിയാണ്. H5N1 ചൈനയിലാണ് റിപ്പോർട്ട് ചെയ്തത്. ബേർഡ് ഫ്ലൂ, പക്ഷിപ്പനി ചൈനയിലാണ് റിപ്പോർട്ട് ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്തിടെ വന്ന ചില രോഗങ്ങൾ നമ്മൾ നോക്കിയത്. ഇനി അടുത്ത് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ്. 4ാമത്തെ ചോദ്യം, 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഏതാണ്? മിഷോങ് ചുഴലിക്കാറ്റ്. 2023 വീശിയ ചുഴലിക്കാറ്റാണ്. ചെന്നൈയിൽ റിപ്പോർട്ട് ചെയ്തൊരു ചുഴലിക്കാറ്റാണ് ഏത്? മിഷോങ് ചുഴലിക്കാറ്റ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കേണ്ടത് 2024 ചോദിച്ച ചില ചോദ്യങ്ങളുമാണ്. അപ്പോൾ നമ്മൾ 2023 ഡിസംബറിൽ ഉണ്ടായ മിഷോങ് ചുഴലിക്കാറ്റ് എവിടെയാണെന്ന് കണ്ടു. അത് ചെന്നൈയിലാണ് ഉണ്ടായത്. ആ പേര് നൽകിയത് നമ്മൾ കണ്ടു, മിഷോങ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഓരോ ചുഴലിക്കാറ്റുകൾ ഏഷ്യയുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഇതിനെല്ലാത്തിനും കൂടി ഓരോ രാജ്യങ്ങൾ പേര് നിർദ്ദേശിക്കും. ഇത് പിന്നെ ആരിട്ട് കൊടുക്കും? ഓരോ ചുഴലിക്കാറ്റ് ഉണ്ടാകുന്ന സമയത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്, അതായത് ഇന്ത്യ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് ഓരോ രാജ്യങ്ങൾ നൽകുന്ന പേരുകൾ ഈ ചുഴലിക്കാറ്റ് ഉണ്ടാകുമ്പോൾ നൽകുന്നത്. IMD, ഇന്ത്യ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്. അതിൻ്റെ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ ഡൽഹിയിലാണ് ആസ്ഥാനം എന്ന് ഓർത്തു വയ്ക്കുക. 1875 രൂപീകൃതമായത്. 1875 രൂപീകൃതമായത്. അതുകൊണ്ട് തന്നെ 150 വർഷം
പൂർത്തിയാക്കിയ സ്ഥാപനമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിട്ടന്റെ കീഴിലായിരുന്ന സമയത്ത് തന്നെ രൂപീകരിച്ചതാണെന്നുകൂടി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ പഠിക്കേണ്ടത് 2024 വന്ന ചുഴലിക്കാറ്റുകളും അതിൻ്റെ സ്ഥലങ്ങളും ഏത് മാസമാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് ചുഴലിക്കാറ്റിൻ്റെ പേരെഴുതും, പിന്നെ നിർദ്ദേശിച്ച രാജ്യം. ഒന്നാമത് വീശിയത് റിമാൽ ചുഴലിക്കാറ്റ്. 2024 റിമാൽ ചുഴലിക്കാറ്റ്. പേര് നിർദ്ദേശിച്ച രാജ്യം ഒമാനാണ്. റിമാൽ ഒമാൻ. മെയ് മാസം, ഏകദേശം മെയ് മാസത്തിലാണ് ഈ ചുഴലിക്കാറ്റ് വീശിയത്. മെയ് മാസം. ഇനി വീശിയത് എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാളിനെയും പിന്നെ അതോടൊപ്പം ബംഗ്ലാദേശ് രാജ്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയും ബംഗ്ലാദേശിനെയാണ് ബാധിച്ചത്. വെസ്റ്റ് ബംഗാളും ബംഗ്ലാദേശിനുമാണ് ഏറ്റവും കൂടുതൽ ഈ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട ദുരന്തം ഉണ്ടായതെന്ന് ഓർക്കുക. അടുത്തൊരു ചുഴലിക്കാറ്റാണ് അസ്ന. അസ്ന എന്നൊക്കെ പറയാം. പേര് നൽകിയത് പാകിസ്ഥാനാണ്. ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് വീശിയത്. ഓഗസ്റ്റ് സെപ്റ്റംബർ കാലഘട്ടത്തിലാണ് വീശിയത് ഈ ചുഴലിക്കാറ്റ് പേരിട്ടവർക്ക് തന്നെയാണ് ഈ പണി കിട്ടിയതെന്ന് ഒന്ന് ഓർക്കുക. ഏകദേശം പാകിസ്ഥാൻ, അതായത് അങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർക്കാം, ഇത്തവണ വീശിയ ചുഴലിക്കാറ്റിൽ ഒരെണ്ണം മാത്രമാണ് അറബിക്കടൽ തീരത്തുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, വെസ്റ്റ് ബംഗാൾ ബംഗ്ലാദേശ് ഏത് തീരം വരും? നമ്മുടെ പൂർവ്വ തീരം വരും. അതായത് ഇതാണ് ഇന്ത്യ എങ്കിൽ ഇവിടെ വരുന്നതാണ് ബംഗാൾ ഉൾക്കടൽ, ബേ ഓഫ് ബംഗാൾ. ഇവിടെ വരുന്നത് അറേബ്യൻ സീ ആണ്, ഇടതുഭാഗത്ത് അറേബ്യൻ സീ. ഈ തീരം അറബിക്കടൽ തീരമാണ്. ഈ തീരം എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിൻ്റെ തീരമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ രാജ്യങ്ങളിലോ വരുമ്പോഴത്തേക്കും ഇത് ബംഗാൾ ഉൾക്കടൽ തീരമാണ്. ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് വരുന്ന ഒരു സ്റ്റേറ്റാണ് നമുക്കറിയാം. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ട് വരുന്ന ഒരു രാജ്യവും. അപ്പോൾ ഇത് ബംഗാൾ ഉൾക്കടൽ തീരത്താണ്. അതേസമയം അസ്ന ബാധിച്ചത് മഹാരാഷ്ട്ര, ഗുജറാത്ത് ഈ ഏരിയ, പാകിസ്ഥാൻ്റെ ഈ ഏരിയയും തന്നെയാണ് ബാധിച്ചത്. അതുകൊണ്ട് ഇത് അറബിക്കടലുമായി ബന്ധപ്പെട്ട ഒന്നാണ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, പാകിസ്ഥാൻ ഈ സ്ഥലങ്ങളെയാണ് ബാധിച്ചതെന്ന് ഓർത്ത് വയ്ക്കുക. അതുകൊണ്ട് ഇത് അറബിക്കടൽ തീരത്തൊന്നാണ്. അപ്പോൾ 2024 അറബിക്കടൽ തീരത്ത് വീശിയ ചുഴലിക്കാറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അസ്നയാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുക. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒപ്പം രാജസ്ഥാനും കൂടി പഠിക്കുന്നത് നല്ലതായിരിക്കും. പാകിസ്ഥാൻ്റെ ബോർഡർ ആണല്ലോ രാജസ്ഥാൻ. മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, പാകിസ്ഥാൻ. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു ചുഴലിക്കാറ്റാണ് ഡാന എന്ന് കാണാറുണ്ട്. ഡായും ഇട്ട് കണ്ടിട്ടുണ്ട്. ഡാന. പേര് നൽകിയ രാജ്യം ചോദിച്ചാൽ ഖത്തർ. ഒക്ടോബർ മാസമാണ് വീശിയത്. ഒഡീഷ. ഇന്ത്യയിൽ കൂടുതൽ ബാധിച്ച സംസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഒഡീഷയിൽ വീശിയ ഒരു ചുഴലിക്കാറ്റാണ് ഡാന ചുഴലിക്കാറ്റ്. നമുക്കറിയാം ഒഡീഷ എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഒരു സംസ്ഥാനമാണ്. അങ്ങനെയാണെങ്കിൽ അത് ഏത് തീരത്ത് വരും? ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് വരും. തീരം. ഇനി അടുത്ത് ഫെങ്കൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ഈ രാജ്യത്തിൻ്റെ ആയിട്ടുള്ള പേരാണ്. അപ്പോൾ പ്രൊനൗൺസിയേഷനിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായേക്കാം. പേര് നൽകിയത് സൗദി അറേബ്യ. നവംബർ മാസത്തിൽ വീശിയ ചുഴലിക്കാറ്റാണിത്. ബാധിച്ച സ്ഥലം ചോദിച്ചാൽ തമിഴ്നാട്. അപ്പോൾ ഈ നവംബർ ഡിസംബർ മാസത്തിൽ കഴിഞ്ഞ വർഷവും തമിഴ്നാട്ടിൽ തന്നെ ബാധിച്ചു. കഴിഞ്ഞ വർഷം 2023 ബാധിച്ചത് എവിടെയാണ്? മിഷോങ് ആണ് 2023 ബാധിച്ചത്. അതേസമയം 2024 ബാധിച്ചത് നവംബർ മാസത്തിൽ തമിഴ്നാട്. ആ ചുഴലിക്കാറ്റിൻ്റെ പേരാണ് ഫെങ്കൽ. പേര് നൽകിയത് സൗദി അറേബ്യ. നവംബർ മാസത്തിൽ തമിഴ്നാട് വീശിയത്. അപ്പോൾ നമുക്ക് ഈ 4 ചുഴലിക്കാറ്റ് ഒന്നുകൂടെ നോക്കിയാലോ. ഒന്നാമത്തത് റിമാൽ ചുഴലിക്കാറ്റ്. റിമാൽ ഒമാൻ മെയ് മാസം വെസ്റ്റ് ബംഗാളിലും ബംഗ്ലാദേശിനെയും ബാധിച്ചാണ്. രണ്ടാമത് നമ്മൾ പഠിച്ചു മാറ്റേണ്ട അസ്ന ചുഴലിക്കാറ്റ്. ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറയുന്നത് അറബിക്കടലിൽ വീശിയ ഏക ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് അസ്നയാണ്, അറബിക്കടൽ തീരത്ത്. അതുകൊണ്ട് അസ്ന പാകിസ്ഥാനിൽ വീശിയ ചുഴലിക്കാറ്റാണ് അസ്ന. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ബാധിച്ച സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, കൂടെ പാകിസ്ഥാനെ ബാധിച്ചു. പേരിട്ട രാജ്യത്തിന് തന്നെ അവിടെ ബാധ്യത ഏറ്റുനിന്ന് ഓർത്ത് വെച്ചാൽ മതി, പാകിസ്ഥാൻ. അടുത്ത ദാന എന്ന് പറയുന്നത് ഖത്തറാണ് പേരിട്ടത്. ദാന എന്ന പേര് നൽകിയത് ഖത്തറാണ്. ഖത്തറിൻ്റെ ദാനം എന്നൊരു ഓർത്താലും മതി.
ഖത്തറിൻ്റെ ദാന ഖത്തർ ഒക്ടോബർ മാസത്തിൽ ഒഡീഷയിൽ വീശിയതാണ് ധാന ചുഴലിക്കാറ്റ്. അടുത്ത ഫെങ്കൽ എന്ന് പറയുന്നത് സൗദി അറേബ്യ നൽകിയ പേരാണ്. നവംബർ തമിഴ്നാടിനെയാണ് ബാധിച്ചത്. ഇവിടെ നോക്കുക, ഇതേ ആൽഫബറ്റിക്കൽ ഓർഡറിലേ ഇത് പോവുള്ളൂ. നമ്മുടെ ഒമാൻ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, അതായത് ഈ പടിഞ്ഞാറൻ ഏഷ്യയിലുള്ള രാജ്യങ്ങളുടെ ഒരു സംഘടന, ഇവർ നൽകുന്ന പേരുകൾ ചേർത്തിട്ട് IMD ആണ് പേരിടുന്നത്. അപ്പോൾ IMD നൽകുന്ന പേരെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ഇവരുടെ പേരെടുക്കുന്നത്. ഇപ്പോൾ OPQS ആ ഒരു ഓർഡറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം റിമാൽ ഒമാൻ, അസ്ന പാകിസ്ഥാൻ, ധാന ഖത്തർ, ഫെങ്കൽ സൗദി അറേബ്യ. ഇതിൽ ധാന ഖത്തറിൻ്റെ ദാനമൊന്നും അസ്ന പാകിസ്ഥാനെന്നൊന്ന് ഓർത്ത് വെച്ച് മനസ്സിലാക്കി മാറ്റുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഇന്നത്തെ 5ാമത്തെ ചോദ്യം. അപ്പോൾ ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട ഈ ചുഴലിക്കാറ്റുകളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, 2024 ബന്ധപ്പെട്ട്. അടുത്ത 5ാമത്തെ ചോദ്യം, നിലവിലെ UPSC ചെയർമാൻ ആരാണ്? നിലവിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്നാണ് ചോദ്യം. നിലവിലെ UPSC ചെയർമാൻ പ്രീതി സുധനാണ്. നിലവിൽ UPSC ചെയർമാൻ പ്രീതി സുധൻ ആണ്. ഇന്ത്യയിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ആദ്യമായിട്ട് വരുന്നത് 1926 കേന്ദ്ര തലത്തിൽ 1926 വരുന്നത്. അത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ശുപാർശ പ്രകാരമാണ് 1924 ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുന്നത്. 1926 ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 അടിസ്ഥാനത്തിൽ. ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ മറ്റൊരു പേരാണ് എന്ത്? മൊണ്ടേഗു ചെംസ്ഫോർഡ് ആക്ട്, മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോം. അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പ്രകാരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ 1926 രൂപീകരിക്കുന്നത്. ആ 1926 രൂപീകരിച്ച പബ്ലിക് സർവീസ് കമ്മീഷന്റെ അധ്യക്ഷനാണ് ആര്? റോസ് ബാർക്കർ. ആദ്യത്തെ അധ്യക്ഷനായിരുന്നു റോസ് ബാർക്കർ ആയിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ എന്നുകൂടി ഒന്ന് മനസ്സിലാക്കുക. 1926. പിന്നീട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഒരു ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യയിൽ രൂപീകരിക്കുന്നത്, 1935. അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യ റിപ്പബ്ലിക്കായി. ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം എന്തായി? കേന്ദ്രതലത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC രൂപീകരിച്ചു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കേന്ദ്രതലത്തിൽ രൂപീകരിച്ചു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇനി കേന്ദ്രതലത്തിലും സംസ്ഥാന തലത്തിലും പബ്ലിക് സർവീസ് കമ്മീഷൻ വേണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 315 ആണ്. ആർട്ടിക്കിൾ 315 ആണ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 315 ആണ്. ഇനി പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 315 മുതൽ 323 വരെയാണ്. ആർട്ടിക്കിളുകൾ ചോദിച്ചാൽ 315 മുതൽ 323 വരെ. അപ്പോൾ ഇനി എന്താണ്, ഏത് പാർട്ടിലാണ് ഇത് വരിക? പാർട്ട് ചോദിച്ചാൽ 14 പാർട്ട് 14 പാർട്ട് അല്ലെങ്കിൽ ഭാഗം 14. ആർട്ടിക്കിൾ ചോദിച്ചാൽ 315 മുതൽ 323 വരെ. നമുക്കറിയാം ഭരണഘടനയിൽ ആകെ എത്ര പാർട്ടുണ്ട്? ആകെ 25 പാർട്ടാണ് ഭരണഘടനയിലുള്ളത്. എത്ര ഷെഡ്യൂളുണ്ട്? 12 ഷെഡ്യൂളുണ്ട്. 25 പാർട്ടും 12 ഷെഡ്യൂളും. അതേസമയം ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര ഉണ്ടായിരുന്നു? 22 പാർട്ടും 8 ഷെഡ്യൂളുമായിരുന്നു ഉണ്ടായിരുന്നത്. 4 ഷെഡ്യൂളുകൾ പിന്നീട് കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്, നമ്മൾ കണ്ടിട്ടുണ്ട്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 22 പാർട്ട് 8 ഷെഡ്യൂൾ. ഇനി ഇപ്പോൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 25 പാർട്ട് 12 ഷെഡ്യൂൾ. അതിൽ പാർട്ട് 14 പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുക. ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ. ഇതിൽ ഈ ആർട്ടിക്കിൾ 315 പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണം. അത് കേന്ദ്ര പബ്ലിക് സർവീസ് കമ്മീഷൻ ആയാലും സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ആയാലും അതിന്റെ രൂപീകരണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 315. ഇനി ഇതിൽ എടുത്തു പഠിക്കേണ്ട മറ്റൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 320. ഈ ആർട്ടിക്കിൾ 320 എന്ത് പറയുന്നത്? പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലകളെ പറ്റി പറയുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലകളെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 320. ഇനി അങ്ങനെയാണെങ്കിൽ പാർട്ട് നമുക്കറിയാം, പാർട്ട് 14A ഉണ്ട്. പാർട്ട് 14A. പാർട്ട് 14A വരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 323A. ആർട്ടിക്കിൾ 323A ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പാർട്ട് 14A ട്രൈബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ടതാണ് 14A എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ പാർട്ട് 14 UPSC ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ.
ഇനി നമ്മൾ കണ്ടു ആദ്യത്തെ UPSCയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ റോസ് ബാർക്കർ ആയിരുന്നു, 1926 റോസ് ബാർക്കർ. അതേസമയം ഇനി ആദ്യത്തെ ഇന്ത്യക്കാരനായ ആദ്യ UPSC ചെയർമാൻ, ആദ്യ UPSC ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് HK കൃപലാനിയാണ്. HK കൃപലാനിയാണ് ഇന്ത്യക്കാരനായ ആദ്യ UPSC ചെയർമാൻ. കാരണം എന്താ, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം വരെ എന്തായിരുന്നു, ബ്രിട്ടന്റെ കീഴിലുള്ള ഭരണമായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരായിരുന്നു ഇതിന്റെ ചെയർമാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരൻ UPSC ചെയർമാൻ ആയത് ആരാണെന്ന് ചോദിച്ചാൽ അത് HK കൃപലാനിയാണ്. HK കൃപലാനി. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും UPSC കണ്ടു. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന തലത്തിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്. ഇവിടെ കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ പട്ടത്താണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. നിലവിലെ അതിൻ്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ശ്രീ ഡോക്ടർ MR ബൈജു ആണ്. ശ്രീ MR ബൈജു സാറാണ് നിലവിലെ ആര് UPSCയുടെ നിലവിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ MR ബൈജു ആണെന്ന് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഡോക്ടർ MR ബൈജു ആണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ. അതേസമയം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ മുൻഗാമി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്ന്, ഇതിനു മുമ്പ് തിരുവിതാംകൂറിന്റെ ഭരണകാലത്ത് എന്തുണ്ടായിരുന്നു, ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ 1936 നിലവിൽ വന്നു. ആദ്യത്തെ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ GD നോക്സ് ആണ്. 1936 GD നോക്സ് NOX GD നോക്സ് ആയിരുന്നു ആദ്യത്തെ ചെയർമാൻ. അതേപോലെ കൊച്ചിയിലും ഉണ്ടായിരുന്ന ഒരു പബ്ലിക് സെലക്ഷൻ ബോർഡ് കൊച്ചിയിലും ഉണ്ടായിരുന്നു. അതിനുശേഷം 1949 ജൂലൈ 1 നമുക്കറിയാം തിരുക്കൊച്ചി സമ്മേളനം നടന്നു. തിരുക്കൊച്ചി സംയോജനം നടന്നു 1949 ജൂലൈ 1. ശേഷം 1956 നവംബർ 1 മലബാർ കൂടി ചേർത്ത് കേരള സംസ്ഥാനം രൂപീകരിച്ചു. അങ്ങനെയാണെങ്കിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ നിലവിൽ വന്നതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇനി ആ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് VK വേലായുധനാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ VK വേലായുധനാണ്. ആ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ UPSCയുടെ ആദ്യത്തെ ചെയർമാൻ റോസ് ബാർക്കർ, നിലവിലെ ചെയർമാൻ ചോദിച്ചാൽ ശ്രീമതി പ്രീതി സുധനാണ് നിലവിലെ UPSCയുടെ ചെയർമാൻ. അതേസമയം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ചോദിച്ചാൽ VK വേലായുധൻ. അതേസമയം നിലവിലെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ശ്രീ ഡോക്ടർ MR ബൈജു ആണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ 5 ചോദ്യം പൂർത്തിയാക്കി. ഇന്നത്തെ 6ാമത്തെ ചോദ്യം, 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 2023 150-ാം ജന്മവാർഷികം ആചരിച്ച നവോത്ഥാന നായകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. നമുക്കറിയാം ഡിസംബർ 28 1873 അദ്ദേഹം ജനിച്ചത്. അപ്പോൾ 1873 ജനിച്ച് 150 വർഷം 2023 പൂർത്തിയായി. നമുക്കറിയാം കേരളത്തിൽ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇനി അദ്ദേഹത്തിന്റെ ചില പ്രസിദ്ധീകരണങ്ങളാണ് മുസ്ലിം അൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ പത്രമാണ്. അൽ ഇസ്ലാം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പത്രമാണ്. അതേസമയം അൽ ഹിലാലും അൽ ബലാഗും ആരുടെ പത്രമാണ്? മൗലാന അബുൽ കലാം ആസാദിന്റെ പത്രമാണ്. അൽ ഹിലാലും അൽ ബലാഗും മൗലാന അബുൽ കലാം ആസാദിന്റെ. അതേസമയം അൽ ഇസ്ലാം എന്ന് പറയുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പത്രമാണ്. ഇനി അൽ അമീൻ എന്ന പത്രം ആരുടേതാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയാണ് അൽ അമീൻ എന്ന പത്രം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ അൽ അമീൻ. അപ്പൊ അൽ ഇസ്ലാം ഇതൊരു തെറ്റിപ്പോവാനുള്ള ഒരു കൺഫ്യൂസിങ് ഏരിയ ആണിത്. അൽ ഇസ്ലാം എന്ന് പറയുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. അതേസമയം അൽ ഹിലാലും അൽ ബലാഗും ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് മൗലാന അബുൽ കലാം ആസാദിൻ്റെയാണ്. അങ്ങനെ നോക്കുമ്പോൾ അൽ അമീൻ ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് വരുന്നത് അൽ അമീൻ എന്ന പത്രം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെയാണ് അൽ അമീൻ എന്ന പത്രം. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അതേപോലെ നമ്മൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ചോദിച്ചാലും വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു. ഈ P രാജഗോപാലാചാരി, തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന P രാജഗോപാലാചാരിയെ വിമർശിച്ചതിന് നിരോധിക്കപ്പെട്ട ഒരു പത്രം കൂടിയായിരുന്നു സ്വദേശാഭിമാനി. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളേൻ്റെ എഡിറ്ററായിരുന്നു. അദ്ദേഹത്തിന് നാട് കടത്തുന്ന ഒരു സംഭവം വരെ ഉണ്ടായി. അപ്പോൾ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ നേതാവ് അല്ലെങ്കിൽ അത് രൂപീകരിച്ച ആരാണെന്ന് ചോദിച്ചാൽ അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ
പിതാവ്. അദ്ദേഹത്തിൻ്റെ ഒരു വചനമുണ്ട്, നമുക്കറിയാലോ, മതവിദ്യാഭ്യാസത്തോടൊപ്പം ശരിയായ വിദ്യാഭ്യാസം കൂടി ലഭിച്ചാലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് നമുക്കറിയാം വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ ഡിസംബർ 28 1873 ജനിച്ച് ഒക്ടോബർ 31 1932 മരിച്ച നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 150-ാം ജന്മവാർഷികമായിരുന്നു 2023 കൂടി ഒന്ന് മനസ്സിലാക്കുക. ഈ 31 ഒക്ടോബർ കാണുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരും? 31 ഒക്ടോബറിനാണ് NSS രൂപീകരിച്ചത്. 1914 ഒക്ടോബർ 31 NSS രൂപീകരിച്ചത്. അതേപോലെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനവും ഒക്ടോബർ 31. 1875 സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ചത്. അതുപോലെ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതും 1984 ഒക്ടോബർ 31. അതേപോലെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ചരമദിനവും 31 ഒക്ടോബർ 1932. ഇനി ഇദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. 28 ഡിസംബർ 1873. ഈ 28 ഡിസംബറിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഡിസംബർ 28 എവിടെയാണ്? ബോംബെയിലാണ് രൂപീകരിച്ചത്. ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ് അതിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നതെന്നും WC ബാനർജി ആയിരുന്നു ആദ്യത്തെ അധ്യക്ഷനെന്നും സെക്രട്ടറി ചോദിച്ചാൽ AO ഹ്യൂം ആയിരുന്നു എന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഡേറ്റ് വന്നതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതായിരുന്നു ഈ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.